പടയിളകി കൊടിവാനിലുയർത്തി വരുന്നു ഞങ്ങൾ സമരവുമായി. പിറന്ന മണ്ണിൽ മരിക്കുവോളം മനുഷ്യരെ പോൽ ജീവിക്കാൻ. പടയിളകി കൊടിവാനിലുയർത്തി വരുന്നു ഞങ്ങൾ സമരവുമായി. പിറന്ന മണ്ണിൽ മരിക്കുവോളം മനുഷ്യരെ പോൽ ജീവിക്കാൻ. പകലിരവെന്നൊരു ഭേദവുമില്ല പൊരുതാനുറച്ച് യൂത്ത് ലീഗ്. സമര യൗവനം തെരുവിലിരമ്പും മാർച്ച് സിന്ദാബാദ്. സവർണ വിഭാഗത്തിൽപ്പെട്ട വ്യക്തി ജീവിക്കുന്ന പോലെയാണോ മറ്റൊരു വിഭാഗത്തിൽപ്പെട്ട വ്യക്തി ഇവിടെ ജീവിക്കുന്നത്? മർദ്ദിതന്റെ പ്രാർത്ഥനയുടെ ഉത്തരം. പ്രസിഡന്റ് കൂടിയായിട്ടുള്ള അഷ്റഫ് ചോലയിൽ സാഹിബ് ഉദ്ഘാടന കർമ്മം നിർവഹിച്ച മുസ്ലിം ലീഗിന്റെ എന്ത് ചെയ്യാനാണ്? പിന്നെ വിചാരിച്ചു ഈയാമ്പാറ്റയുടെ പ്രായമേ ഈ പാർട്ടിക്ക് ഉണ്ടാവുള്ളൂ. അതും കഴിഞ്ഞ് ചിലര് കളിയാക്കി നമ്മളെ. ഷോക്കേസിൽ കൊണ്ടുപോയി വെച്ചോളൂ നിങ്ങള്. ചില മഹാന്മാർ പറഞ്ഞത് ചത്ത കുതിരയാണെന്ന. അങ്ങനെയൊക്കെ കളിയാക്കിയ ആളുകളിൽ നിന്ന് ഇന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, 2024 ഇന്ത്യയിലെ പ്രബല രാഷ്ട്രീയ കക്ഷികളുടെ പേരെടുത്തു നോക്കിയാൽ അതിൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഉണ്ട് എന്ന് പറയുന്നത് അന്ന് കളിയാക്കിയ ആളുകളാ. അന്ന് നമ്മൾക്ക് പ്രായം നിശ്ചയിച്ച ആളുകളാ. നമ്മൾക്ക് വേണ്ടിയിട്ട് കബറ് കുഴിച്ചു വെച്ച ആളുകളാണ് ഇന്ന് നമ്മളോട് ഈ പാർട്ടി ഈ നാടിനാവശ്യമാണ്, ഈ നാട്ടിലെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ സംഘടന ഏതാന്ന് ചോദിച്ചാൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ പേര് അതിനകത്തുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഓഡിറ്റോറിയങ്ങൾ നിറയുന്നത്, ഹാളുകൾ നിറയുന്നത്, ഒരു പച്ചക്കൊടി മരത്തിന് മുകളിൽ കെട്ടുന്നത്, കടലോരത്ത് പോയി നോക്കിയാൽ വഞ്ചിയുടെ അറ്റത്ത് പച്ചക്കൊടി കെട്ടിവെച്ചത് കാണാം. അങ്ങനെ തുഴഞ്ഞു പോകുന്ന വഞ്ചികൾ, ഇതെല്ലാം ഈ നാട്ടിലേക്ക് ഒരു രാഷ്ട്രീയ സംഘടന കൊണ്ടുവന്നിട്ടുള്ള അവരുടെ ആത്മാഭിമാന ബോധമാണ് എന്നുള്ളത് ഈ പറഞ്ഞവരൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞു. എന്തിനാ ഇവർ ഇങ്ങനെ പറഞ്ഞിരുന്നത്, കുറ്റം പറഞ്ഞിരുന്നത്? എന്തുകൊണ്ടാ കളിയാക്കലുകൾ ഉണ്ടായത്? ഇവരെ എന്തുകൊണ്ടാ ഇങ്ങനെ ശങ്കിച്ചിരുന്നത്? അതിനൊരു കാരണമുണ്ട്. നമ്മളൊക്കെ പ്രാർത്ഥിക്കാറുണ്ട്. പ്രാർത്ഥനയിൽ നമുക്കറിയാം മർദ്ദിതന്റെ പ്രാർത്ഥനയുടെ ഉത്തരം എന്താണ് എന്ന്, അല്ലേ? അള്ളാഹു മർദ്ദിതന്റെ പ്രാർത്ഥന കേൾക്കുമെന്ന് വിശ്വസിക്കുന്നവരാ നമ്മള് യാത്ര പുറപ്പെട്ട് കഴിഞ്ഞവരാ. വഴിയിൽ പല സ്ഥലങ്ങളിൽ നമ്മൾക്ക് നേരെ അക്രമങ്ങൾ ഉണ്ടായി, മർദ്ദനങ്ങൾ ഉണ്ടായി. അതൊക്കെ ഏറ്റുവാങ്ങി ചെയ്യാൻ പറ്റുന്ന രൂപത്തിലൊക്കെ മധുര പ്രതികാരങ്ങൾ ചെയ്തിട്ടാണ് നമ്മൾ ഇത്രയും ദൂരം നമ്മൾ താണ്ടിയിട്ടുള്ളത്. നിങ്ങൾക്കറിയാമല്ലോ, 948 എന്ന് പറയുന്ന ഒരു വർഷത്തിനെ നമ്മൾ മറക്കില്ല. പാർട്ടി പിരിച്ചുവിടുമെന്നുള്ള തീരുമാനത്തിൽ നിന്ന് പാർട്ടി പുനർജനിക്കുകയാണ്. ചെറിയ കൂട്ടം മനുഷ്യരിൽ നിന്ന് അവരിൽ പലരും കോൺഗ്രസിലേക്ക് പോയി, ബാക്കിയുള്ളവർ കുറച്ച് ആളുകൾ പാകിസ്ഥാനിലേക്ക് പോയി. ഇനി അവശേഷിച്ച ആളുകളുടെ മുമ്പിൽ നിൽക്കാൻ ഒരു നേതാവ് വേണ്ടേ എന്നുള്ള ചോദ്യം വന്നു. ഈ നേതാക്കളെല്ലാം കൂടി ഒരുമിച്ചിരുന്ന് അങ്ങ് കോൺഗ്രസിലേക്ക് ലയിച്ചാൽ തീരാവുന്നതല്ലേ ഉള്ളൂ എന്നുള്ള ചോദ്യം വന്നു. അങ്ങനെയൊക്കെ പറഞ്ഞിടത്ത് നിന്ന് ഒരു ഓഫീസിന് വേണ്ടിയിട്ട് ഈ ഹാള് പോയിട്ട് ഒരു മേൽക്കൂരയുള്ള ഒരു സ്ഥലത്ത് ഒരുമിച്ചിരിക്കാൻ വേണ്ടിയിട്ട് അന്വേഷിച്ചപ്പോ കിട്ടാനില്ല. അങ്ങനെ അന്വേഷിച്ച് ബാങ്കറ്റ് ഹാള് നമ്മൾ വിശേഷിപ്പിക്കുന്ന രാജാജി ഹാളില്ലേ, ആ ഗസ്റ്റ് ഹൗസ് തുറന്നു തരുന്നത് നമ്മൾക്ക് ഇന്ന് ഈ കാണുന്ന രൂപത്തിൽ ഒരുമിച്ചിരിക്കാൻ വേണ്ടിയിട്ടായിരുന്നില്ല. ആ ആസൂത്രണത്തിന് പിന്നിൽ അന്നത്തെ തമിഴ്നാട് ഗവൺമെന്റിന്റെ തലയിൽ പുകഞ്ഞത് എന്താണെന്നറിയോ നിങ്ങൾക്ക്? പിരിച്ചുവിടാൻ വേണ്ടിയിട്ട് കൂടുന്ന കൂട്ടാണ്. ഓലിത്തിരി സ്ഥലം ചോദിച്ച അവിടെ അങ്ങ് കൂടിക്കോട്ടെ, തമ്മിൽ തല്ലിയും ഭിന്നിച്ചും മറ്റുള്ള പാർട്ടിയിലേക്ക് ലയിച്ചും അവരങ്ങ് തീരും
എന്ന് പറഞ്ഞുകൊണ്ട് ഉൾവിളിയിലാണ് ഒരു ഓഫീസ്, ഒരു ചെറിയ സൗകര്യം, അന്നത്തെ ഗസ്റ്റ് ഹൗസ്, നമ്മൾ ഇന്ന് ഈ പറയുന്ന രാജാജി ഹാൾ എന്ന് വിശേഷിപ്പിക്കുന്ന ആ ഹാൾ തുറക്കപ്പെട്ടത്. അവിടെ വെച്ചെടുത്ത തീരുമാനമാണ് മഹാനായിട്ടുള്ള ഖായിദെ മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബിന്റെ ദീർഘവീക്ഷണത്തോട് കൂടിയിട്ടുള്ള ഒരു പാർട്ടി എന്ന് പറയുന്നത് നിങ്ങൾക്ക് സാംസ്കാരിക പാർട്ടിയായിട്ട് തുടക്കം കുറിക്കാം. നമ്മൾ ഇന്ന് പറയുന്ന പോലെ ക്ലബാക്കിയിട്ട് മാറ്റാം. ജനങ്ങൾക്ക് ക്ഷേമ പ്രവർത്തനം മാത്രം ചെയ്യുന്ന സംഘടനകൾ ഒരുപാടുണ്ട് നമ്മുടെ നാട്ടിൽ. അതുപോലെ രൂപീകരിക്കാം ഒക്കെ എന്നുള്ള അഭിപ്രായങ്ങൾ വന്നപ്പോൾ അതിനെയൊക്കെ മാറ്റിയിട്ട് വേണ്ട, ഒരു രാഷ്ട്രീയ പാർട്ടി, ഒരു രാഷ്ട്രീയ അസ്തിത്വമുള്ള, നാട്ടിലെ ആളുകളുടെ മുമ്പിൽ വോട്ട് ചോദിക്കാൻ കെൽപ്പുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയായിട്ട് തന്നെ മതി ലീഗ് എന്നുള്ള തീരുമാനത്തിലെത്തുന്നത്. അഭിപ്രായങ്ങൾ പലതായിരുന്നു. ഞാൻ പറയട്ടെ, അന്നത്തെ അഭിപ്രായങ്ങളൊക്കെ ഉൾക്കൊണ്ടിട്ടുള്ള ഒരു സംവിധാനമായി ഇന്ന് മുന്നോട്ട് പോകുന്നത്. പറഞ്ഞല്ലോ, സാംസ്കാരിക സംവിധാനം, ഒരു സംഘടന എന്നുള്ള രൂപത്തിൽ മതി ലീഗ് എന്ന്. ലീഗ് ഒരു സാംസ്കാരിക സംഘടനയാണ്. ആളുകളെ സാംസ്കാരികമായിട്ട് മുന്നോട്ട് നയിക്കുന്നതിന് വേണ്ടിയിട്ട് എല്ലാ മേഖലയിലും ആളുകളോട് സംസാരിച്ച് സഹകരിച്ച് അവർക്ക് വേണ്ടിയിട്ടുള്ള പിന്തുണ നൽകുന്ന ഒരു രാഷ്ട്രീയ സംഘടന ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്. സംശയം വേണ്ട അതിൽ. മറ്റൊരു ഭാഗത്ത് വന്ന് പറഞ്ഞത്, പാവപ്പെട്ട കുറെ രോഗികളൊക്കെ ഉണ്ടല്ലോ, ഈ ആളുകൾക്ക് സഹായം എന്നുള്ള രൂപത്തിൽ നിങ്ങൾ ഒരു ജീവകാരുണ്യ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുമെന്ന. ലീഗിനെ കുറിച്ച് ഇന്ന് പറയുന്ന ആളുകൾ അത്രയും സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് ലീഗ് ഒരു ജീവകാരുണ്യ പ്രവർത്തനമല്ലേ നടത്തുന്ന സംഘടനയല്ലേ, രാഷ്ട്രീയ പ്രവർത്തനമാണോ എന്ന് ചോദിക്കുന്നു. ലീഗ് ജീവകാരുണ്യവും നടത്തുന്നുണ്ട്, ജീവകാരുണ്യ പ്രവർത്തനവും നടത്തുന്നുണ്ട്. രാഷ്ട്രീയ സംഘടനയാവണമെന്ന് പറയുന്നു. നിങ്ങൾക്കറിയാം, കേരളം എന്ന് പറയുന്ന ഒരു സംസ്ഥാനം രൂപീകൃതമായത് മുതൽ നമ്മളുടെ തുടിപ്പുണ്ട്. ഇന്ത്യയിലെ ഏറ്റവും നിർണായകപരമായിട്ടുള്ള, ഏറ്റവും ഔന്നിത്യമുള്ള ഒരു നിയമസഭയുടെ കസേരയിൽ ഇരിക്കുന്ന മുസ്ലിം ലീഗിന്റെ MLA-മാരുള്ള ഒരു വർഷങ്ങളാണ് കടന്നു പോയിട്ടുള്ളത്. കേരള സംസ്ഥാനത്തിന് രൂപീകരണത്തിന് ശേഷം ഈ പാർട്ടി അടയാളപ്പെടുത്തൽ കൊണ്ട് ഈ സംസ്ഥാനത്തിന് പൊതിഞ്ഞിട്ടുണ്ട്. അങ്ങനെ നോക്കിയാലും നിങ്ങൾക്ക് ലീഗിനെ കാണാൻ പറ്റും. സയൻസ് ആൻഡ് റിസർച്ച് എന്ന് പറയുന്ന ആളുകളുണ്ട്. ഞങ്ങളുടെ കോൺട്രിബ്യൂഷനാണ്. ഞങ്ങളുടെ ഇടയിൽ നിന്നുള്ള മക്കൾ പഠിച്ചു വളർന്ന് ഇന്ന് എവിടെയൊക്കെ ഏതൊക്കെ കണ്ടുപിടുത്തങ്ങൾ നടത്തുന്നു. സയൻസ് ആൻഡ് ടെക്നോളജിയിൽ നിങ്ങൾ പോയി നോക്കിയാൽ, പരിശോധിച്ചു നോക്കിയാൽ ഉന്നതമായിട്ടുള്ള അഭിപ്രായങ്ങൾ രൂപീകരിക്കുകയും ഇന്നത്തെ ടെക്നോളജിയെ മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുന്നതിൽ നമ്മളുടെ സംഭാവനകളായിട്ടുള്ള മക്കൾ ഇന്ന് വളർന്നു വരുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇതിൻ്റെ എല്ലാം ആകെ തുകയായിട്ടുള്ള ഒരു പാർട്ടിയായിട്ട് ലീഗ് മാറിക്കഴിഞ്ഞു എന്നുള്ളത് 2024 അവസാനം നമ്മളെ സംബന്ധിച്ചിടത്തോളം അഭിമാനകരമായിട്ടുള്ള ഒരു കാൽവെപ്പായിട്ട് നമ്മൾ കൂട്ടി വായിക്കേണ്ടതാണ്. കാലം ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുക, ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഈ കാലത്തിനൊപ്പം ഈ പാർട്ടി സഞ്ചരിക്കുന്നുണ്ട്. നമുക്കറിയാം, ഓരോ സമയവും ഓരോ കാലഘട്ടത്തിലും അതിൻ്റെതായിട്ടുള്ള കാലാവസ്ഥകളുണ്ട്. ആ കാലാവസ്ഥയെ വായിക്കണം. ചുറ്റുമുള്ള ലോകം ഏതാണ് എന്ന് തിരിച്ചറിയണം. എന്താണ് ലോകത്ത് സംഭവിക്കുന്ന മാറ്റങ്ങൾ എന്നുള്ളത് വായിക്കാൻ പറ്റണം. അങ്ങനെ ചുവരിൽ നിന്ന് വായിച്ചുകൊണ്ടാണ് ഈ പാർട്ടി മുന്നോട്ട് പോയിട്ടുള്ളത്. അല്ലാത്ത പക്ഷം ഇവർ ഈ പറയുന്ന പോലെ നമ്മൾ തീർന്നു പോകുമായിരുന്നു. ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ, മർദ്ദിതന്റെ പ്രാർത്ഥനയാണ് ഇത് എന്ന്. ഇന്ത്യയിലെ സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ ഈ നാട്ടിലുള്ള മനുഷ്യന്മാരൊക്കെ കൊടി പിടിച്ചുകൊണ്ട് ബ്രിട്ടീഷുകാർക്കെതിരെ സമരം ചെയ്തു. പോർച്ചുഗീസുകാരോട് മല്ലടിച്ചു, ഫ്രഞ്ചുകാരോട് കടന്നുപോയി എന്ന് പറഞ്ഞു. അതിനുശേഷം ഒരു ഐക്യം രൂപീകരിച്ചുകൊണ്ട് നമ്മൾ ഈ നാട്ടില് ഈ രാജ്യത്തിന് വേണ്ടി സമരം ചെയ്തു. ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിനായി പ്രയത്നിച്ചു, അത് നേടി നമ്മൾ. അതിനുശേഷം ഇന്ത്യക്ക് ഒരു ഭരണഘടന ഉണ്ടാക്കി. ആ ഭരണഘടനക്കനുസരിച്ച് ഈ നാട്ടിലെ എല്ലാ വിഭാഗം ആളുകൾക്കും തുല്യമായിട്ടുള്ള ജീവിക്കാനുള്ള അവസരം ഉണ്ടാവണം. ആ അവസരം ഉണ്ട് എന്ന് നമ്മൾ പറയുന്നുണ്ട് എങ്കിലും, ലിഖിതമായിട്ട് അത് ഇന്ത്യയുടെ ഭരണഘടനയിൽ ഉണ്ട് എങ്കിലും, ഇന്ന് അങ്ങനെ ഒരു അവസ്ഥയിലാണോ ഇന്ത്യയിലെ ജനങ്ങൾ മുന്നോട്ട് പോകുന്നത്? ഇന്ത്യയിലെ ജനങ്ങൾ അങ്ങനെയാണോ ജീവിക്കുന്നത്? നിങ്ങൾ പരിശോധിച്ച് നോക്കിയാൽ മതി. ഈ നാട്ടിലുള്ള ഭൂരിപക്ഷ വിഭാഗത്തിൽപ്പെട്ട ആളുകളുടെയും ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട
ആളുകളുടെയും ജീവിതത്തിന്റെ വ്യത്യാസം എന്താണ് എന്ന്. സവർണ വിഭാഗത്തിൽപ്പെട്ട വ്യക്തി ജീവിക്കുന്ന പോലെയാണോ മറ്റൊരു വിഭാഗത്തിൽപ്പെട്ട വ്യക്തി ഇവിടെ ജീവിക്കുന്നത്? ഒരു ക്ലർജി പേഴ്സൺ ജീവിക്കുന്ന പോലെയാണോ നാട്ടിലുള്ള ബ്രാഹ്മണനും നാട്ടിലുള്ള ദളിതനും അതുപോലെ കീഴ്ജാതിയിൽപ്പെട്ട ആളുകളും ജീവിക്കുന്നത്? അല്ലല്ലോ. ഇതൊക്കെ തമ്മിൽ വ്യത്യാസങ്ങളുണ്ട്. മുസ്ലിമാണ് എന്ന് കണ്ടാൽ തല്ലിക്കൊല്ലുന്ന രൂപങ്ങൾ നമ്മുടെ മുൻപിൽ ഇങ്ങനെ നടമാടിക്കൊണ്ടിരിക്കുക. ഇന്ത്യയിലെ കാശ്മീർ മുതൽ കന്യാകുമാരി വരെ പോകുമ്പോൾ ഈ ഒരു വ്യത്യാസം നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയും. നിങ്ങൾ ആലോചിക്കണം, 48-ൽ പോ പാകിസ്ഥാനിലേക്ക് പോ എന്ന് പറഞ്ഞവർ ഇന്നും ഈ രാജ്യത്തുണ്ട്. അവർ ഇന്നും വിളിക്കുന്ന മുദ്രാവാക്യം എന്താ? ഗോ ടു പാകിസ്ഥാൻ എന്നുള്ളതാ, പാകിസ്ഥാനിലേക്ക് പോ എന്ന്. നമ്മൾ ഇടയ്ക്കൊക്കെ പറയാറുണ്ട്, എന്ത് ഈ നാട്ടിലെ കുറെ ആൾക്കാരൊക്കെ പാകിസ്ഥാനിലേക്ക് പോയി എന്ന്. ആരാ പറഞ്ഞത്? ഈ നാട്ടിലെ ബഹുഭൂരിപക്ഷം വരുന്ന മുസ്ലിം ജനത പാകിസ്ഥാനിലേക്ക് പോയിട്ടില്ല. അവർ ഈ രാജ്യത്തിൽ കാലുറപ്പിച്ച ആളുകളാ. എന്നിട്ട് പറയുന്നു അവിടെ ഒരു മുസ്ലിം രാജ്യം ഉണ്ടാക്കിയല്ലോ, അതുകൊണ്ട് ഈ രാജ്യം ഹിന്ദു രാജ്യമാണ് എന്ന്. നിങ്ങളൊന്ന് ആലോചിച്ചാൽ മതി, എങ്ങനെ ഇത് ഹിന്ദു രാജ്യം അല്ലാതായി എന്നുള്ളത്. ഇതെല്ലാവർക്കുമുള്ള രാജ്യമാണ്. ഇതൊരു മതേതര രാജ്യമാണ്. ഇവിടെ ഹിന്ദുവിനും മുസ്ലിമിനും ക്രിസ്ത്യനും മതമുള്ളവനും മതമില്ലാത്തവനും ഒക്കെ ഇടമുണ്ട്. ഈ രാജ്യം ഇങ്ങനെ ആയിട്ടുണ്ട് എങ്കിൽ അതിന്റെ പിന്നിൽ ആ കാലത്തുള്ള മഹാന്മാരായിട്ടുള്ള നേതാക്കന്മാരുടെ പ്രയത്നമുണ്ട്. അവർ പറഞ്ഞത് അത് പാകിസ്ഥാനാണെങ്കിൽ ഇത് ഹിന്ദു രാജ്യമല്ല ആവേണ്ടത്, ഇത് മതേതര രാജ്യമാണ് ആവേണ്ടത് എന്ന. ഈ നാട്ടിലെ രാഷ്ട്രീയ ദീർഘവീക്ഷണമുള്ള നേതാക്കന്മാരുടെ തിരഞ്ഞെടുപ്പാണത്. എങ്ങനെ ഈ രാജ്യത്തെ ഈ രൂപത്തിലാക്കാം? ആമുഖം ഉണ്ടല്ലോ, നിങ്ങൾക്കൊക്കെ അറിയാം. ഞങ്ങളുടെയല്ല നിങ്ങളുടെയല്ല നമ്മുടെ നാടാണ് ഇന്ത്യ. നമ്മുടെ നാടിനെ വെട്ടിമുറിക്കാൻ നമ്മൾ വീണു മരിക്കണം. ഞങ്ങളുടെയല്ല നിങ്ങളുടെയല്ല നമ്മുടെ നാടാണ്